ബോച്ചെ വിഷയമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ്. അയാൾ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ള തർക്കം മലയാളികൾ രണ്ട് സൈഡിലാണ് ഇപ്പോൾ അല്ലേ. അയാൾ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതിനൊരു ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കിയാൽ അയാൾ ചെയ്തത് ഭയങ്കര അബദ്ധമാണ്. കാരണം എന്താ അറിയുമോ, നമ്മൾ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ട്രസ്റ്റിൻ്റെ ബേസിലാണ്. നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഓർണമെൻറ്റോ കോയിനോ ബാറോ ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലൊന്നും ഉരച്ചൊന്നും നോക്കാറില്ല. ഒരു ട്രസ്റ്റാണ്. ഇപ്പോൾ ജോസ്കോയെന്ന് വാങ്ങി, ആലപ്പാട്ട്, ആലുക്കാസ്, ഭീമയെന്ന് വാങ്ങി എന്നൊക്കെ പറഞ്ഞ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു ജ്വല്ലറി മർച്ചൻ്റ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സ്വന്തം ട്രസ്റ്റ് കളഞ്ഞാൽ എങ്ങനെയാണ് ബിസിനസ് ശരിയാവുക? അയാൾക്കിനി ഗോൾഡ് ബിസിനസ്സിന് വലിയ താല്പര്യം ഇല്ലെന്നാവോ? ഞാൻ ഇയാളുടെ കടയിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കത്തില്ല, ചായപ്പൊടി വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ സ്ത്രീകളോടൊക്കെ ഇങ്ങനെ പെരുമാറാവോ എന്നുള്ള കാര്യം, ആക്ച്വലി സ്ത്രീകളോടൊന്നല്ല, ഇങ്ങനെ പെരുമാറാൻ പാടില്ലെങ്കിൽ ആരോടും ഇങ്ങനെ പെരുമാറണ്ട. അയാൾ പുരുഷന്മാരോടും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ചേട്ടൻ്റെ പഴംപൊരി വളഞ്ഞതാണെന്ന് പറഞ്ഞത് സ്ത്രീയോടല്ല, പുരുഷനോടാണ് അല്ലേ. എന്തിനാ അതും പറയണേ? ഒരു മർച്ചൻ്റ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഇമേജ് കൊടുക്കരുത്. ഇപ്പോൾ കേരള സമൂഹത്തിൽ ബോച്ചെ ഒരു അതിജീവിതയെ കൂടി സൃഷ്ടിച്ചു അല്ലേ, ഇനിയിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ അല്ലേ. അതിജീവിത ആക്ച്വലി ഈ അതിജീവിത സ്വന്തം അതിജീവന മാർഗം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവരും വലിയൊരു അബദ്ധമാണ് ചെയ്തത്. കാരണം എന്താ അറിയുമോ, കാര്യം ബിസിനസ്സുകാരൊക്കെ പരസ്പരം കോമ്പീറ്റ് ചെയ്യും എങ്കിലും അവർ തമ്മിലൊരു ഫ്രാറ്റേണിറ്റി, ഒരു അന്തർധാര സജീവമായിട്ടുണ്ട്. ഇനി ഉദ്ഘാടനത്തിന് മറ്റ് ബിസിനസ്സുകാരും ഒന്നും വിളിക്കുമെന്ന് തോന്നുന്നില്ല. അവരും അവരുടെ ബിസിനസ് നശിപ്പിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ഈ ബോച്ചെ സോറി പറഞ്ഞതല്ലേ, ആ സോറി അങ്ങോട്ട് ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതിന് പകരം നാട്ടുകാർ പിരികേറ്റി, സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പിരികേറ്റി എൻ്റെ പുറകെ അങ്ങോട്ട് പോയി. അത് പാടില്ല. ബിസിനസ് എപ്പോഴും ഒരു സമവായത്തിൻ്റെ ഒരു മാർഗ്ഗമാണ്. ബിസിനസ് കോംപ്രമൈസാണ് ബിസിനസ്സിന് വേണ്ടത്. അതാണ് ആവശ്യം.